എവിടെയാ? കഴിച്ചോ കഴിച്ചോ കഴിച്ചോ? ആരുമില്ല, ജംഗ്ഷനിലോട്ട് പോയിരുന്നു. ട്യൂഷന് പോയിട്ട് വന്നില്ല കേട്ടാ. അമ്മ വിളിക്കാൻ പോയ സൂത്ര കുഞ്ഞമ്മ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പാല് കാച്ചിന് തലേന്ന് ചെല്ലൂന്ന് ചോദിച്ചു. ഞാൻ നിന്നോടായി പറയുന്നേ. സ്കൂളില് ഏട്ടാ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നു. സൂത്ര കുഞ്ഞമ്മ വിളിച്ചായിരുന്നു. അവര് പറയുന്ന പാല് കാച്ചിന് തലേന്ന് ചെല്ലുവോ. തലേന്നൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കാനും എടുക്കാനും സൗകര്യം ഇല്ലാതെ. ഞാൻ ഉദ്ദേശിക്കുന്നേ അമ്മയും കൊണ്ട് പോയിട്ട് ഇനി വരാം, അതാ നല്ലത്. പൈസ ആയിട്ട് കൊടുക്കാൻ ഒരു 25,000 രൂപയും കൊടുക്കും. പിന്നെ സാധനം വല്ലതും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞറിയാലോ, എന്തോ കൊടുത്താലും അവർക്ക് കണ്ണി പിടിക്കത്തില്ല. നീ ഇതെന്തോ സകല സമയം ഇതും കുത്തി പാട്ട് കണ്ടോണ്ടിരിക്കുന്നത്? നിന്റെ അടുത്തല്ലേ ഞാൻ ഇത് കാര്യം പറയുന്നത്. പൈസ ആയിട്ട് കൊടുക്കണം, 10-25,000 രൂപ കൊടുക്കണം. സാധനം മേടിച്ചു കൊടുത്താൽ അവരുടെ സ്വഭാവം അറിയാമല്ലോ. 25,000 രൂപ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കത്തില്ല. അല്ല പിന്നെ ഷീറ്റും എല്ലാം കൊടുക്കും. എന്തിത്ര താമസിച്ചത്? അവിടെ വായനശാല പിള്ളേര് കയ്യൊട്ടി കളിയുടെ റിഹേഴ്സൽ. നല്ല രസമാണ്, ഞാൻ കണ്ടോണ്ടിരുന്നത്. ഈ റബ്ബർ നോട്ടത്തിന്റെ ഇടയിൽ കൂടെ ടോർച്ചും ഇല്ലാതെ വന്നേക്കുവാ. മൊത്തം എഴുജന്തുക്കൾ അവിടെ, അറിയാമോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പാതിരാത്രി വരെ എവിടെ നിൽക്കരുത്, ഇങ്ങനെ കയറി വരണമെന്ന്. ഇത് നോക്കണ്ട, ഞാൻ കാത്തു വെച്ച്. നീ ആ ട്യൂഷൻ വിളിച്ചിട്ട് ചെറുക്കനെ വിടാൻ പറ. അതിപ്പോ വിടിന് വിളിക്കണോ? എഞ്ചിനീയറിംഗ് ഒന്നും അല്ലല്ലോ പഠിക്കുന്നത്, 3ാം ക്ലാസ്സിലായല്ലേ. 2 വർഷം ഇവിടെ നിന്ന് പഠിക്കട്ടെ. ഇവിടെ വന്നാലോ ബുക്ക് തുറക്കത്തില്ല ചെറുക്കൻ. വിളിച്ചിട്ട് വരാൻ പറ. വിളിക്കാം. ഹലോ, ചേച്ചി കഴിഞ്ഞായിരുന്നോ? അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ശരി. ശരി. കഴിക്കാൻ എന്തെങ്കിലും വാ. നേരമായി വന്നിട്ട്. എന്ത് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു? എനിക്ക് കാണണമെന്ന് വെച്ചാ വിളിച്ചുകൂടെ? വിളിക്കാം. എന്താന്നറിയാമോ, ഇവിടെ അറിയാവുന്ന ആൾക്കാരൊക്കെ പോകട്ടോ. എന്നെ അറിയാവുന്ന ആരും ഇവിടെ? അങ്ങനൊന്നും അല്ല, ആൾക്കാരൊക്കെ വരും. കാണട്ടെ. വിളിച്ചെന്തിനാന്ന് പറ. വിളിച്ചത് പറയാം. നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഇപ്പൊ എന്ത് കുഴപ്പം? കാണാൻ പറ്റുന്നുണ്ട്, മിണ്ടാൻ പറ്റുന്നുണ്ട്, പിന്നെന്താ? കാണാനും മിണ്ടാനും ഒക്കെ പറ്റുന്നുണ്ട്. നീ അവിടെയും ഞാനിവിടെ. നിന്നെ രണ്ടായിട്ട് പൗത്ത് കൊടുക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിന്നെ എൻ്റെ സ്വന്തമായിട്ട് വേണം. എന്താ ചെയ്യാൻ പറ്റും? ഭർത്താവായി പോയില്ലേ? ഭർത്താവായി പോവുകയൊക്കെ ചെയ്തു. ഞാൻ നിന്റെ അടുത്ത് ഒരു സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ ഒരു കാര്യം. നിനക്ക് നിന്റെ ഭർത്താവും കൊച്ചു വന്നോ, ഞാനാന്നോ വലുത്? ഇതെന്തൊരു ചോദ്യമാണ്. ഏട്ടനാന്ന് അറിഞ്ഞൂടെ? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനേക്കാളും വലുത് ഏട്ടനാന്ന്. ആണല്ലേ? അപ്പം എനിക്ക് ഞാൻ പറയുന്ന കാര്യം നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ വിളിച്ചു കൊടുക്കും. അയ്യോ, ഇത്ര പെട്ടെന്നൊക്കെ ഇങ്ങനെ തീരുമാനം പറഞ്ഞ? പെട്ടെന്നാണോ? ഇത് 3-4 കൊല്ലം ആയില്ലയോ? എന്തിച്ചേ? വരാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ പേടിയാട്ടോ. ഒന്നും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ കാണും. കൂടെ കാണുമോ? പിന്നെ ഞാൻ കൂടെ കാണുന്നുണ്ട്. പിന്നെ ഇച്ചിരി സാമ്പത്തിക പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ല. എന്താന്നറിയാമോ, എൻ്റെ ആണെങ്കിൽ ഇപ്പൊ കാശും ഇല്ല സഹായിക്കാനായിട്ട്.
പക്ഷെ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട് കയ്യില്, അത് കൊണ്ടുവന്നാ മതിയോ? സ്വർണം മതി, അത് മതി, ഒരു 10-12 പവൻ കാണും. മതി, അത് മതി. അതെയോ? നമുക്ക് ആദ്യം പണയം വെക്കാം. പണയം വെച്ചിട്ട് എൻ്റെ ജോലിയൊക്കെ കിട്ടി സാലറി കിട്ടുമ്പോൾ എടുത്തങ്ങ് തരാം കേട്ടാ. ഉം. അടിച്ചു കൊടുത്തേ. കൂടെ കാണുവേ അതാണ്. ആള്. ബിന്ദു, ഓ അടുക്കളയിലുണ്ട്. നീ അറിഞ്ഞോ രാജീവിന്റെ പെണ്ണെ ഒളിച്ചോടി പോയടി? അയ്യോ, ആരുടെ കൂടെ? നീ ഇതുവഴിയൊക്കെ ഒരു ബൈക്കിൽ ഒരുത്തൻ ചുറ്റിക്കറങ്ങത്തില്ലേ ഉച്ചക്കൊക്കെ ഇതുവഴി പോണ ഒരേരെ കുത്തിയെടുത്ത് അവന്റെ കൂടെ ഒളിച്ചോടി പോയത്. അന്നേരം എനിക്കറിയാം അവൾ അവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. അത് മാത്രം അവള് എഴുതി വെച്ച് ഉള്ള സ്വർണങ്ങളും എല്ലാം എടുത്തുകൊണ്ടാ അവള് പോയിരിക്കുന്നെ. എന്തോ പറയാനാണ് പറയതൊക്കെ. പറയണ ഇല്ല, ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല. പരാതിയും കൊടുത്തില്ല. അല്ലെത്തന്നെ ഞാൻ എന്ത് പരാതി കൊടുക്കും? കളഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ തിരിച്ച് കണ്ടത് തരണം. ആരൊക്കെ വിളിക്കുന്നുണ്ട്? ഇവിടെ അമ്മയുണ്ട്. അവന് മനസ്സിലാക്കാണ്, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വിളിക്കാം. ഇപ്പൊ എന്തിനാ മോനെ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നത്? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലയോ അവള് രഹസ്യമായി ഫോൺ ചെയ്യാറുണ്ടെന്ന്? അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്തി. അപ്പുറത്തെ ആ പെങ്കൊച്ചെന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞ് ഇവിടെ രാത്രി രഹസ്യമായിട്ട് ആരോ വരാറുണ്ടെന്ന്. അത് ഞാൻ നിന്നോട് പറഞ്ഞു. അപ്പൊ നീ എന്തോ പറഞ്ഞത്? എൻ്റെ പഴഞ്ചൻ ചിന്താഗതി വെച്ച് നോക്കിയതാ ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്ക് കൂട്ടുകാരുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവള് നിന്നെ ഓർക്കണ്ടായിരുന്നു, ഈ കുഞ്ഞിനെങ്കിലും ഒന്ന് ഓർക്കണ്ടായിരുന്നു. ഈ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് അവൾക്ക് എങ്ങനെ ഇറങ്ങിപ്പോവാൻ തോന്നിയടാ? എടാ, ഞാൻ അവളെന്നെ മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ടാണ് ഞാൻ അവളെ കണ്ടിരുന്നത്. നമ്മളോട് അവളിങ്ങനെ ചെയ്തല്ല. അവള് നമ്മളെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ, കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. നാട്ടുകാരെല്ലാം ഫോൺ വിളിക്കുന്ന, ഞാൻ ഇപ്പൊ ഫോൺ എടുക്കാറില്ല. മറുപടി പറഞ്ഞു നാണക്കേടാ. ഞാൻ അവളെ എത്ര ഇഷ്ടപ്പെട്ടു, അത്രയും ഞാൻ അവളെ വിശ്വസിച്ചു. ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊക്കെ പറയുമ്പോഴും ഒരു തവണ പോലും ഞാൻ അവിടുത്തെ ചോദിച്ചില്ല. ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല. നാളെ അവന്റെ അമ്മ വേണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ എന്തോ മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവനോട് എന്തോ പറയും, ഞാൻ എന്ത് പറഞ്ഞ് അവനെ ആസ്വദിപ്പിക്കും. ഒരല്പം വിഷമൊക്കെ തന്നിട്ട് അവർക്ക് പോയാൽ പറയായിരുന്നു. മോനെ, കുഞ്ഞ് വിഷമിക്കുന്ന കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് കുടിക്കട്ടെ.
ഇത് ഒളിച്ചോടി പോയില്ലേ രാജുവിന്റെ പെണ്ണ്. ആ വെളുത്തൊക്കെ അശോകയെ വിളിച്ചിട്ടുണ്ട്. എന്തിനു? ഇടി അവള് സ്വർണവും പണവും എല്ലാം അവിടെ എടുത്തോണ്ടല്ലേ അവിടെ നിന്ന് പോയത്. ഇത് സ്വർണവും പണവും ഒക്കെ അവന്റെ കയ്യിൽ അവൻ ആക്കിയിട്ട് അവന്റെ കാര്യവും സാധിച്ചേം വെച്ച് ഇവളെ അവൻ കളഞ്ഞും വെച്ച് അവൻ അങ്ങ് പോയി. അവൾ ഇങ്ങോട്ട് ഇനി വരുവോ? പിന്നെ തിരിച്ചു വരാതെ അവള് പിന്നെ വേറെ അങ്ങോട്ട് പോവാനാ? വന്നാ പിന്നെ അവൻ കയറ്റുവോ? അവൻ കേറ്റായിരിക്കുവോ? അവനൊരു അയ്യോ പാവിയല്ലേ. അവൻ ചിലപ്പം കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ചിലപ്പോ അവളെ കയറ്റുമായിരിക്കും. ഈ വൈദ്യുതി ഉണ്ടാക്കിയ കൊണ്ടുവരുന്നതിന് എങ്ങനെ അറിയുന്നു? നിനക്കല്ലേ ഇവിടുമാർ ഇറങ്ങി പോകുന്നത്, അല്ലാതെ വേറെന്തോത്തിനാ ഇറങ്ങി പോകേണ്ട കാര്യം ഉണ്ടോ അവക്കട്ടെ? എന്തായാലും ഇത് ഭയങ്കര ഇതായിപ്പോയല്ലോ. അവളെ കൊന്നു. ആ എന്താ മോനെ? ആരാ? എന്താ? ആരാ ഇവിടെ ഉള്ള? എന്തിനാ ഇങ്ങോട്ട് വന്ന നീ? പറ്റിപ്പോയ എന്ത് പറ്റി? അവന് നിന്നെ എടുത്തോ? അതോ കുറച്ച് ദിവസം കൊണ്ട് നിനക്ക് അവനും എടുത്തോ? അപ്പൊ നീ ചെയ്തതോ? നീ വീടിനോടും എന്നോടും നീ 10 മാസം നൊന്ത് പ്രസവിച്ച് ഈ കൊച്ചിനോട് നീ ചെയ്തത് പുണ്യമാണോടി? എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ എന്ത് വേണേലും പറഞ്ഞു, എന്ത് വേണേലും ചെയ്തോ. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇറങ്ങി പോകാൻ പറയല്ലേ. എന്റെ കാലൊന്നും പിടിക്കരുത്. എനിക്ക് പോകാനൊരു സ്ഥലമില്ല. നീ അത് ഇപ്പഴല്ല, ഇറങ്ങി പോയപ്പോ ആലോചിക്കണമായിരുന്നു. നീ എന്നെ വിട്ടേര്. ഇവൻ എന്ത് തെറ്റ് ചെയ്ത് എന്നോട് പറ? ഇവൻ എന്ത് തെറ്റ് ചെയ്ത്? എന്റെ അമ്മയും ഈ അയൽപക്കത്തുള്ള സകലമായ ആൾക്കാരും നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഒരു തവണ പോലും ഞാൻ നിന്റെ അടുത്ത് ഇതിനെ കുറിച്ച് ചോദിച്ചില്ല. അത്രയ്ക്ക് ഇഷ്ടം, അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എന്നെ. ഉണ്ടാവരുത്. എന്റെ ജീവിതത്തിൽ നിന്റെ പ്രസൻസ് ഇനി ഉണ്ടാവരുത്. നിന്റെ ഇവിടെ കിടന്ന സകലമായ കിടിപിടി, നിന്റെ പരക്കകത്തിടുന്ന ചെരുപ്പ് വരെ എന്റെ വീട്ടിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വരരുത്. കഷ്ടം എന്നെ കാണാൻ. ഒന്നും കേക്കാൻ. മോനോ? ആറ് മോൻ? ഈ പൊടി കൊച്ചിനെ ഈ ഉറക്കത്തിൽ നിന്ന് കളഞ്ഞിട്ട് നീ ഇറങ്ങി ഒരുത്തന്റെ കൂടെ പോയപ്പോ നീ മോനെ കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നു? ഇവിടെ കിടന്ന് കരയരുത്. ഒന്നാമത് അമ്മ വന്നാൽ ബഹളമായ ആൾക്കാരറി. നീ വന്ന പോലെ പാന്നു. ക്ഷമിച്ചാ മാത്രം മതി. ഞാൻ ക്ഷമിക്കാനോ? ഞാൻ ഇവിടെ നിന്നോട്ടേട്ടാ. ശരിക്കും വിടല്ലേട്ടാ. എനിക്ക് പോകാനൊരു സ്ഥലമില്ലാത്ത. വെക്കോ? ഞാൻ ഓ ഓ എന്റെ അച്ഛനും അമ്മീനെ അമ്മ വരണ്ട. പൊക്കോ.